അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. എല്ലാവരും വീട്ടിലിപ്പം ക്ലീൻ ചെയ്യുന്ന തിരക്കിലായിരിക്കും. റമളാൻ മാസം നമ്മിലേക്ക് വരാനിരിക്കുകയാണ് ഇൻഷാ അല്ലാ. അപ്പം ഒരുപാട് തിരക്കിലായിരിക്കും ഓരോരുത്തരായിട്ടും. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു റാഹത്തിലായിട്ട് ഇരിക്കുന്ന സമയത്ത് വീഡിയോ കേൾക്കട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ദിക്റിനെ കുറിച്ചാണ് ഞാൻ ഇൻഷാ അല്ലാ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ദിക്റ് ചൊല്ലിയിട്ട് ഒരു കുടുംബത്തിനുണ്ടായിട്ടുള്ള ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളിലേക്ക് ആദ്യം തന്നെ ഷെയർ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ ചാനലിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഒരു 4-5 മാസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ 2-3 മാസങ്ങൾക്ക് മുന്നേ ഒക്കെ ആയിട്ട് ഒരു വീഡിയോയിൽ ഒരു ദിക്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന ഒരു സഹോദരിയാണ്. അവൾ ഈ ഒരു ദിക്റ് അതേപോലെ തന്നെ ചൊല്ലി, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ അവളുടെ ഭർത്താവിന് ഷെയർ ചെയ്ത് കൊടുത്തു. ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യാണ്, അവിടെ കച്ചവടം കുറവാണ്, ഒരുപാട് കടമുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് വിഷമത്തിലായിരുന്നു. അങ്ങനെ മൂത്ത 2 മക്കളും ഒക്കെ അവർ ആത്മാർത്ഥമായിട്ട് സുബഹിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ദിക്റ് ചൊല്ലിത്തുടങ്ങി. അങ്ങനെ ഒരു മാസം 1.5 മാസമൊക്കെ കഴിഞ്ഞ് ഇതുപോലെ അവർ നിത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ, പണം നമ്മുടെ കയ്യിൽ വന്നു ചേരാനും ഒക്കെ ഉള്ള ഒരു ദിക്റായിരുന്നു അത്. അങ്ങനെയുള്ളൊരു ദിക്റ് ഞാൻ പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് അറിയാമായിരിക്കും ഒരു ദിക്റ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്റാണ്. പിന്നെ ഞാൻ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാൻ വേണ്ടിയിട്ട് വേറൊരു ദിക്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണം നമ്മുടെ കയ്യിൽ വന്നു ചേരാൻ വേണ്ടിയിട്ട്. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റ്. ആ ഒരു ദിക്റല്ല ഞാൻ ഇന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാ എന്ന ഈ ദിക്റുണ്ടല്ലോ, ഈ ഒരു ദിക്റ് ആ ഒരു സഹോദരി സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സ്ഥിരമായിട്ട് 100 തവണ ചൊല്ലി. അങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സുബഹിൻ്റെ ഒരു സമയത്തായിട്ട് ചൊല്ലാൻ. അപ്പം പീരീഡ്സ് ഉള്ള സമയത്തും അവർ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും അതേ ഒരു സമയത്ത് തന്നെ ചൊല്ലിത്തുടങ്ങി. ഒരു 5:30 മണിയൊക്കെ ആവുന്ന സമയത്താണ് അവൾ ചൊല്ലാറുള്ളത്. അൽഹംദുലില്ലാ. അവർക്ക് ഒരു സ്ഥലമുണ്ടായിരുന്നു വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അവളുടെ മനസ്സിൽ ആ ഒരു മുറാദുമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കട വിറ്റ് കിട്ടുന്നില്ല. ഒരുപാട് ദിക്റും സലാത്തും ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളെ വീഡിയോയിൽ ഈ ദിക്റിനെ പറ്റി കണ്ട സമയത്ത്, ഈ ദിക്റ് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ ദിക്റ് നിത്യമായിട്ട് മുറുകെ പിടിച്ച് ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ നിയ്യത്താക്കി. ഞാൻ പറയുന്നതൊക്കെ എൻ്റെ ഭർത്താവും ചെല്ലാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളും ഈ ദിക്റ് സുബഹിൻ്റെ ഒരു സമയമായിട്ട് ഒരു ദിവസം ഒഴിവാവാതെ നിങ്ങളും ചെല്ലണം. അതുപോലെ തന്നെ മക്കളോടും പറഞ്ഞു. അങ്ങനെ അവർ ഒരുമിച്ച് ആത്മാർത്ഥമായിട്ട് ചൊല്ലി. അൽഹംദുലില്ലാ. അവളുടെ ഭർത്താവിൻ്റെ കട നമുക്കൊരു മനസ്സിൽ അത് വിറ്റല്ലോ എന്നുള്ള ടെൻഷൻ ഇല്ലാത്തൊരു കോലത്തിലുള്ള, അവർ വിചാരിക്കുന്ന ഒരു പണത്തിന് ആ ഒരു സ്ഥലം വിറ്റ് കിട്ടുകയും ചെയ്ത്. അതുപോലെ തന്നെ ആ കടയിൽ ഒരുപാട് പേര് സാധനം വാങ്ങി കൊണ്ടുപോയവർ പണം തരാനുണ്ടായിരുന്നു. ഒരുപാട് തവണ അവരോട് ചോദിച്ചതായിരുന്നു. അവരൊക്കെ ആ പണം കൊണ്ടു തന്നു. അൽഹംദുലില്ലാ. ഇപ്പോൾ ഭർത്താവ് നാട്ടിൽ വന്നു, റാഹത്തായി, നാട്ടിലൊരു കട തുടങ്ങണം എന്നൊക്കെയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവർ ഈ ഒരു ദിക്റ് മുറുകെ പിടിച്ച് ചെല്ലാൻ തുടങ്ങി. അല്ലാണ്ട് ഇപ്പം നമ്മൾ ഏത് ദിക്റായാലും സലാത്തായാലും കേൾക്കുന്ന സമയത്ത് ഒരു 15 ദിവസം ഒരു 7 ദിവസമൊക്കെ ആയിട്ട് നമ്മൾ ചൊല്ലി നോക്കും. എന്നിട്ട് ഞാനിപ്പോൾ ഒരുപാട് ദിവസമൊക്കെ ഇതുപോലെയൊക്കെ ചൊല്ലി നോക്കി, എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് നിർത്തിവെക്കും. അങ്ങനെ അവൾ ചെയ്തിട്ടില്ല. അവൾ മുറുകെ പിടിച്ച് ഈ ദിക്റ് കണ്ട സമയത്ത് തന്നെ അവൾ എന്നോട് ഇങ്ങോട്ട് പറയാണ്, ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ദിക്റാണ് എന്ന് തന്നെ ചാനലിൽ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ദിക്റ് എൻ്റെ ഭർത്താവിനോടും പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് ചൊല്ലണം നമ്മുടെ മനസ്സിലെ കാര്യം വെച്ചിന്ന്. അതുപോലെ എൻ്റെ മൂത്ത 2 മക്കളുണ്ട്, വലിയ മക്കളാണ്, അവരോടും ഞാൻ പറഞ്ഞു. ഈ ഒരു സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിൽ നിസ്കരിക്കാൻ സുബഹിക്ക് എണീറ്റ് ഞങ്ങൾ ഇമാമായിട്ടാണ് വീട്ടിൽ വെച്ച് നിസ്കരിക്കാറുള്ളത്. അങ്ങനെ ഞങ്ങൾ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങൾ അത് ചൊല്ലാൻ തുടങ്ങി. ഒരു 5 മണി സുബഹി നിസ്കാരം എപ്പോഴാണ്, ഓരോ ദിവസം നിസ്കാരത്തെ സമയത്തിന് മാറ്റമുണ്ടാവുമല്ലോ. അപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ ദുആ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചൊല്ലാറുള്ളത് എന്ന്.
അങ്ങനെ അൽഹംദുലില്ലാ ഈ ഒരു ദിക്ർ നമുക്ക് ഒരുപാട് എന്നോട് പറയുന്ന എൻ്റെ വീഡിയോ കാണുന്നവർ ഒരുപാട് സാമ്പത്തികമായിട്ട് ടെൻഷനുള്ളവരാണ് അല്ലേ, പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് സഹിക്കുന്നവരാണ്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എങ്കിൽ ഈ ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചോളി. എങ്ങനെ ചെല്ലണം? സുബഹിൻ്റെ ആ ഒരു സമയം രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലിയാൽ മതി. വെറും 100 തവണയാണ് ചൊല്ലേണ്ടത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാ. വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാ എന്നില്ല കേട്ടോ, ഞാനിതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാ എന്നിങ്ങനെ 100 തവണ ഒരൊറ്റ ഇരുപ്പിലിരുന്ന് തന്നെ 100 തവണ, അല്ലാണ്ട് കുറച്ച് ഒരു 50 എണ്ണം ചൊല്ലി പിന്നെ ഒരു 50 എണ്ണം ചൊല്ലി തീർക്കുക ആ ഒരു രൂപത്തിലല്ലാണ്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാ എന്ന് ദിവസേന ഒന്ന് ചൊല്ലി നോക്കി. കടം കൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് സഹിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു ദിക്ർ മുറുകെ പിടിച്ച് ഒരു 100 തവണ ചൊല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, കുറഞ്ഞ സമയം മതി. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലി നോക്കുക. എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റാത്തവർ ആ ഒരു സമയത്ത് തന്നെ, ഇനിയിപ്പോൾ 6 മണിയൊക്കെ സമയത്തോ 5:30 5 മണിയൊക്കെ സമയത്തോ എപ്പോഴാണ് കഴിയുന്നത് എങ്കിൽ സുബഹിൻ്റെ ആ ഒരു സമയത്ത് തന്നെ ചെല്ലുന്നതാണ് ഉത്തമം. അത് അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദിക്റാണത്. അപ്പോൾ നമ്മൾ ചൊല്ലിയാൽ നമ്മൾ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം അള്ളാഹു തരും. കാരണം ഒരു 100 തവണയൊക്കെ നമ്മൾ ഇതിങ്ങനെ ചൊല്ലിയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാ മനസ്സിൽ നിയ്യത്താക്കിയിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി. ചിലപ്പോൾ നിങ്ങൾ മാസങ്ങളോളം ചൊല്ലേണ്ടി വരും, ചിലപ്പോൾ ദിവസം മാത്രം ചൊല്ലിയാൽ മതി. അല്ലെങ്കിലോ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് തന്നെ ഒരൊറ്റ തവണ നിങ്ങൾ ഇത് ചൊല്ലി തീർത്താൽ അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങൾക്ക് തരും. ആ ഒരു ദുആ അള്ളാഹ് തട്ടിക്കളയില്ല. അത്രക്കും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു ദിക്റാണിത്. അതുകൊണ്ട് അവിടെ മുറുകെ പിടിച്ചോളി. എവിടെയെങ്കിലും നിങ്ങൾ നിത്യമായിട്ട് എഴുതി വെക്കുന്ന പുസ്തകങ്ങളുണ്ടല്ലോ, ആ ഒരു പുസ്തകത്തിലായിട്ട് ഈ ഒരു ദിക്ർ അങ്ങോട്ട് എഴുതി വെച്ചോളി, സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചോളി. വെറുതെ കേട്ടിട്ട് ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ അങ്ങോട്ട് തട്ടിക്കളയേണ്ട ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കാര്യത്തിന് ഉപകരിപ്പിക്കും. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ടായാൽ ഒന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അല്ലേ. പണം വേണം, ആവശ്യത്തിന് നമുക്ക് ഹലാലായിട്ടുള്ള പണം തന്നെ വേണം. ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കട വിറ്റ് കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കടയിൽ കച്ചവടമില്ലാതെ ടെൻഷൻ അടിക്കുന്നവരുണ്ട്, അവർക്ക് ചെല്ലാം നിയ്യത്താക്കിയിട്ട്. അതുപോലെ തന്നെ ഇന്ന കാര്യമില്ല, എന്ത് കാര്യത്തിനും നിങ്ങൾ ഈ ഒരു ദിക്ർ നിത്യേന അങ്ങോട്ട് ചെല്ലുക എല്ലാ ദിവസവും. അപ്പോൾ നിങ്ങളെ മനസ്സിൽ, നമ്മളൊക്കെ മനസ്സിലുള്ള എന്തൊക്കെ കാര്യമാണ് മനസ്സിൽ ഇടങ്ങേറായി കിടക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആലാക്ക് അറിയാം. നമ്മുടെ മനസ്സിൽ ഇന്ന കാര്യം വിഷമം ആയിട്ട് കിടക്കുന്നുണ്ട്, ഇന്ന ഇടങ്ങേറുണ്ട്, അതൊക്കെ അള്ളാഹ്ക്കറിയാം. അതിനൊക്കെ അള്ളാഹു ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗം തന്നെ നമുക്ക് കാണിച്ചു തരും ഇൻഷാ അല്ലാ. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് രാവിലെ, ഇന്ന് ഞാൻ ഈ പറഞ്ഞു കേട്ട സമയത്ത് തന്നെ കുറച്ച് ചൊല്ലി. അങ്ങനെയല്ല, രാവിലെ സമയത്താണ്, സുബഹിൻ്റെ ആ സമയം, സുബഹി നിസ്കാരത്തിന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തായിട്ട് എല്ലാ ദിവസവും, ഇന്നിപ്പോൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ ഇൻഷാ അല്ലാ സുബഹിൻ്റെ ആ സമയത്തായിട്ട് ചെല്ലുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മെൻസസ്സുള്ള സമയത്തും നമുക്ക് സ്ത്രീകൾക്ക് ചെല്ലാം. എന്നോട് ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ, നിങ്ങൾ ഓരോ ദിക്റും ദുആയും പറയുന്ന സമയത്ത് അത് പീരീഡ്സ് സമയത്ത് ചെല്ലാൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യവും കൂടി നിങ്ങൾ പറയണമെന്ന്. അപ്പം ഈ ഒരു ദിക്റൊക്കെ നമുക്ക് അശുദ്ധിയുള്ള സമയത്തൊക്കെ ചെല്ലാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള സകല പ്രയാസങ്ങൾ നീങ്ങാൻ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്. ഒരുപാട് പേര് അത് ചൊല്ലിയിട്ട് ഒരുപാട് ആശ്വാസമുണ്ട് എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞവരുണ്ട് വാട്സപ്പിലൂടെ. അതുകൊണ്ട് എല്ലാ ദിവസവും മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതണം. ഇനിയും ഓതാത്തവരുണ്ട് എങ്കിൽ ആ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് യാസീൻ ഓതുക. അത് കഴിഞ്ഞിട്ട് വേറെ എന്തും നമ്മൾ ചെയ്യുക. ആദ്യം തന്നെ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആയിട്ട് ഖുർആൻ എടുത്തിട്ട് ഇലാ ഹദറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട്, ഫാത്തിഹ വിളിച്ചിട്ട് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരു യാസീൻ ഓതിക്കോളി. എന്നിട്ട് പിന്നെ കുറച്ച് സലാത്തും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ദിക്റിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്ർ. അപ്പോൾ ഈ ഒരു ദിക്റുണ്ടല്ലോ, ഈ ഒരു ദിക്ർ ചൊല്ലുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ദിവസമായിട്ട് ചൊല്ലണം. എന്ത്? സ്വലാത്ത്.
ഏത് സലാത്തും ചെല്ലാം. ഞാൻ കൂടുതലായിട്ട് ചൊല്ലുന്ന സലാത്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹബിഹി വസല്ലിം എന്ന സലാത്ത് ആണ് ഞാൻ കൂടുതലായിട്ടും ചൊല്ലാറുള്ളത്. പിന്നെ നിയ്യത്താക്കിയൊക്കെ ചൊല്ലില്ല, നമ്മളോരോ ആവശ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങളൊക്കെ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിയ്യത്താക്കി ഞാൻ ചൊല്ലാറുണ്ട്. നാരിയത്ത് സലാത്ത്, ഇബ്രാഹിമി സലാത്ത്, സലാത്തുൽ ഫാത്തിഹ്, അങ്ങനെ ഉണ്ടല്ലോ, ഫാത്തിമിയ സലാത്ത്, അങ്ങനെയുള്ള സലാത്തൊക്കെ നിയ്യത്താക്കി ചൊല്ലും. അല്ലാണ്ട് എപ്പോഴും നാവിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സലാത്താണ്. ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ മുറുകെ പിടിച്ച് ചെല്ലണം. മുറുകെ പിടിക്കുക പറഞ്ഞാൽ എന്താ, നമ്മുടെ കൂടെ കൂട്ടണം നമ്മൾ സലാത്തിനെ. എപ്പോഴും നമ്മൾ ഓരോ ശ്വാസം വിടുന്നതിന് അനുസരിച്ചിട്ടായിട്ട് അത്രക്കും നിങ്ങൾ സലാത്ത് ചെല്ലുന്ന ആളാണ് എങ്കിൽ നിങ്ങളെ ജീവിതം തന്നെ അൽഹംദുലില്ലാ രക്ഷപ്പെടും, ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. മല പോലെയുള്ള കടം, കോടിക്കണക്കിന് കടം നിങ്ങൾക്കുണ്ടെങ്കിലും ഒരു ടെൻഷന് നിങ്ങളാവണ്ട. ആ കടം വീട്ടാനുള്ള വഴി അള്ളാഹു നിങ്ങൾക്ക് ഹലാലായിട്ടുള്ള ഒരു മാർഗം നിങ്ങളെ മുന്നിൽ തരും മക്കളെ. ഒരിക്കലും ടെൻഷൻ ആവേണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, എൻ്റെ മോളൊക്കെ കല്യാണം വന്ന സമയത്ത് എനിക്കാകെ ടെൻഷനായിരുന്നു. എന്താ ചെയ്യുക? ഒരുപാട് പണവും പൈസയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ടി വരില്ല, അല്ലേ? നമുക്ക് സമാധാനമാണ്. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? കാശും പണവും ഒക്കെ ധാരാളമുണ്ടല്ലോ, പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെ എൻ്റെ മോളെ കല്യാണം അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എൻ്റെ വിശ്വാസം എന്താ അറിയോ? സ്വലാത്ത് ഞാൻ മുറുകെ പിടിച്ചിട്ടാണ്. മുത്തറസൂലിൻ്റെ പേരിൽ ഞാൻ സലാത്ത് ചൊല്ലി അതുപോലെ തന്നെ യാസീനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുറുകെ പിടിച്ച് ചെയ്തിട്ടാണ്. അതാണ് എനിക്ക് വിശ്വാസം, 100% അത് തന്നെയാണ്. കാരണം ഞാൻ ഒരുപാട് ഉറക്കില്ലാതെ നിസ്കരിച്ചിരിക്കുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനെ ഇബാദത്തിൽ മുഴുകിയിരിക്കുന്ന ആളോ അങ്ങനെയൊന്നുമല്ല. ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ്, മക്കളെ ഉമ്മയാണ്. അങ്ങനെ ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാവുന്ന അറിവുകളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ്, ഇതുപോലെ നമ്മൾ എല്ലാ ദിവസവും ചെല്ലണം. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസം എന്തെങ്കിലും ഓരോ ദിവസം ഒരുപോലെ ആവില്ല, എന്നാലും എനിക്ക് ആ സ്വലാത്ത് ചെല്ലാഞ്ഞാൽ മനസ്സിനൊരു സമാധാനമുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ആക്കിയെടുക്കണം. ഒരു പൊറുതികേട് വരും നമുക്ക്. മുത്തറസൂലിൻ്റെ പേരിൽ ഒരു യാസീനും അതുപോലെ സ്വലാത്തും ഒന്ന് ചൊല്ലിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങേറ് വരും മനസ്സിന്. അങ്ങനെ ശീലമാക്കണം. എന്നിട്ട് ഇതുപോലെയായിട്ട് ദിവസങ്ങളോളം നമ്മൾ ചെയ്യണം. എല്ലാ ദിവസവും ഇതുപോലെ സ്വലാത്തായിട്ടും മുത്തറസൂലിൻ്റെ പേരിൽ യാസീനായിട്ടും മുറുകെ പിടിച്ച് ചെല്ലുക. എന്നാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും. ആര് നമ്മളെ കൊടുക്കാൻ നോക്കിയാലും, ആര് നമ്മളെ ഉപദ്രവിക്കാൻ നോക്കിയാലും, കണ്ണേറ് അതുപോലെ സീറ് ചെയ്താലും ഒന്നും നമ്മുടെ മേലിൽ ഏൽക്കില്ല. അവർക്ക് തന്നെ അത് വന്ന് ഏൽക്കുകയുള്ളൂ. അങ്ങനെ നമ്മളെ നമുക്ക് എന്താണ് ശക്തി? ആ സ്വലാത്ത് ചെല്ലുന്ന ആളാണ്. അങ്ങനെയുള്ളൊരു ശക്തി നമുക്ക് ഉണ്ടാവും. അള്ളാഹു അങ്ങനെയുള്ളൊരു ശക്തി നമുക്ക് തരും. നമ്മളെല്ലാത്തിൽ നിന്നും കാവൽ നൽകും. ഒരു ടെൻഷനും ഒന്നിനും നമ്മളാവേണ്ട. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല റാഹത്തിലാക്കി തരും. അതുപോലെ നിങ്ങളെ ജീവിതത്തിലും ഇതുപോലെ നിങ്ങൾ മുറുകെ പിടിക്കുക. സ്വലാത്തായിട്ടും മുത്തറസൂലിനോടുള്ള ഇഷ്ടം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മനസ്സിൽ മുത്തറസൂലിനോടുള്ള ഹുബ്ബ് ഉണ്ടാക്കിയെടുക്കുക. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് റമദാൻ മാസമാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം നമ്മിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും നമ്മുടെ നോമ്പൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റമദാൻ 30 നോമ്പ് നോൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞ ക്ലാസ് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ നിങ്ങൾ പതിവാക്കുക, നിലനിർത്താൻ നോക്കുക. സ്വലാത്ത് കുറച്ച് ദിവസം ചൊല്ലിയിട്ട് കുറച്ച് ദിവസം ചൊല്ലാണ്ടിരിക്കുക, അതിനൊരു ഫലവും കിട്ടില്ല. ചെയ്യുന്ന കാര്യം മുറുകെ പിടിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, അള്ളാഹുവിന് നിത്യേന ചെയ്യുന്ന ഇബാദത്തിനോടാണ് അള്ളാഹ്ക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.